മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, CPM സഹയാത്രികൻ ശ്രീ റിജു ലൂക്കോസ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫണ്ടിന്റെ നേതാവ് ഭാരവാഹി അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, ഒപ്പം അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരൻ, 4 പേർക്കും പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ കടക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിലേക്കാണ്. ശ്രീ ജസ്റ്റിൻ പള്ളിവാതുക്കൽ, തെളിവുണ്ടോ, ലവ് ജിഹാദിന് തെളിവുണ്ടോ, കണക്കുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പലരും പറയുന്നത് ഈ തെളിവൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കാവുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. അത് ഒരു കേസായി ഒരു നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കാനും എന്തോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി രീതിയിൽ കണക്കുണ്ടെങ്കിൽ ഈ കണക്കുകൾ മുന്നോട്ട് വെക്കാൻ സഭയ്ക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരു നടപടി വേണമെന്ന് പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ നടപടിയെടുക്കണമെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന സഭാധ്യക്ഷന്മാരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. എന്നിട്ടും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് 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 എന്ന് മാത്രം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഫാദർ തേളക്കാട്ടച്ഛന്റെ വീഡിയോ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സിറോ മലബാർ സഭയെ പറ്റി പറഞ്ഞു. ഞാൻ സിറോ മലബാർ സഭയുടെയോ സിനഡിന്റെയോ സിറോ മലബാർ മെത്രാൻ സമിതിയുടെയോ ഭാഗത്തു നിന്ന് സംസാരിക്കേണ്ട ആളല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷക്കാലത്തിനിടയ്ക്ക് എന്റെ വ്യക്തിപരമായ അനുഭവം, വ്യക്തിപരമായിട്ട് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ 100% അതിനുവേണ്ടി മാത്രം ഓടി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏകദേശം 927, ഏകദേശം കൃത്യം കണക്കാണ്, 927 കുട്ടികൾ പ്ലസ് 36, ഇത്രയും കുട്ടികളെ ഞാൻ ഈ നിങ്ങൾക്ക് ലവ് ജിഹാദെന്നോ പ്രണയ ജിഹാദെന്നോ ഇനി പ്രണയ കെണികളെന്നോ എന്ത് വേണേലും വിളിക്കാം. എന്തായാലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട യുവാക്കന്മാരുമായിട്ട് പ്രണയക്കണികളിൽപ്പെട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടിയ ഇത്രയും കുട്ടികളെ 927 കുട്ടികളെ എനിക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റി. ഞാൻ കണ്ടതിൽ ഒരു 36 കുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു, ആ കുടുംബത്തിനും ആ സമൂഹത്തിനും. അപ്പൊ അത്രയും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പൊതുവെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാറില്ല. ഇവിടെ കൃത്യമായിട്ട് ഞാൻ വന്ന് പറയാൻ കാരണം ഈ ദിവസങ്ങളെല്ലാം ഇതുപോലെ ചർച്ച നടക്കുന്നത് കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ ഡാറ്റയുമായിട്ട് സ്റ്റാറ്റിക്സുമായിട്ട് പോകാത്തത് എന്നുള്ളത് എന്നോടുള്ള ചോദ്യം അതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിക്ടിംസിന്റെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ വിക്ടിംസിന്റെ ഒരു കാരണവശാലും അവരുടെ ഡാറ്റകളും രേഖകളും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നാൽ ചില കേസുകൾ, ഇപ്പൊ പ്രായപൂർത്തിയാകാത്ത കേസുകളൊക്കെ ആണെങ്കിൽ നമ്മളത് പോലീസിനെ മുമ്പിലേക്ക് എത്തിക്കും. അത് മിക്കവാറും പോക്സോ കേസ് മാത്രമായിട്ടൊക്കെ അവസാനിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് പോലീസിലേക്ക് പോകാത്തത്? നമ്മുടെ കേരള സമൂഹം ഈ തരത്തിലുള്ള ഒരു വിക്ടിം സമൂഹത്തെ സ്വീകരിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇത് ഞാൻ മാധ്യമങ്ങളടക്കം ഇതിനകത്ത് കുറ്റം പറയും. ഇങ്ങനൊരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മാധ്യമങ്ങൾ വരികയാണ്. വിക്ടിമിന്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന ബഹുമാനപ്പെട്ട കോടതികളുടെ, പരമോന്നത നീതിപീഠത്തിന്റെ ഒക്കെ വിധിന്യായങ്ങളും കർശന നിർദ്ദേശങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ പേര് പറയില്ല. പക്ഷെ ബാക്കി വീട്, സ്ഥലം, കൂട്, വീട്ടുകാര്, ബന്ധുക്കാര്, പഠിച്ച സ്കൂള്, ജോലി എന്ന സ്ഥാപനം എല്ലാം വിളിച്ചു പറയുമ്പോൾ കേരള സമൂഹത്തെ സംബന്ധിച്ചിട്ട്, ഇത്രയും പ്രബുദ്ധമായ കേരള സമൂഹത്തെ, സോഷ്യൽ മീഡിയ, ഈ മൊബൈൽ, അതിന്റെ ഇന്റർനെറ്റ്, ഗൂഗിൾ, ഇതിന്റെ എല്ലാം വിരൽത്തുമ്പിൽ ജീവിക്കുന്ന കേരള സമൂഹത്തെ സംബന്ധിച്ച് അത് കണ്ടുപിടിക്കാൻ നിമിഷങ്ങൾ മതി. അപ്പൊ ഈ കുടുംബം, ഈ സമൂഹം, ആ വ്യക്തി ഒറ്റപ്പെടുക, ആ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുക, മുന്നോട്ട് പോകാൻ ഗതിയില്ല, ആ കുടുംബം ഒറ്റപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ആ കുടുംബം കേസുമായിട്ട് മുന്നോട്ട് പോവാം? 2, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക സിസ്റ്റം നമുക്കില്ല. നമ്മള് ഒരു വിഭാഗത്തെ മാത്രമല്ല കുറ്റം പറഞ്ഞു, ഇതിനെ സ്വീകരിക്കാൻ, ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ എന്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടി ഒരു അപകടത്തിൽ പെട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്നേഹത്തോടൊന്ന് സ്വീകരിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു കൾച്ചർ നമുക്കുള്ളിടത്തോളം കാലം, അത് നമ്മുടെ കൾച്ചറിന്റെ പ്രത്യേകതയാണ്. അതുള്ളിടത്തോളം കാലം ഒരു കാരണവശാലും പൊതുസമൂഹം അല്ലെങ്കിൽ ഈ മാതാപിതാക്കന്മാര്, ഈ വിക്ടിംസ് പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറാവില്ല. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് ഭാവിയുണ്ട്, അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരണം, അവർക്ക് നല്ല തൊഴിൽ മേടിക്കണം, കുടുംബത്തിന്റെ പ്രതീക്ഷയായിരിക്കും. അത്തരത്തിൽ അത് തന്നെയാണ്, അത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ശതമാനം കേസുകളിലും ഈ വിക്ടിംസ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കള് ഇത് കേസുമായിട്ട് മുന്നോട്ട് വരാതെ ഇത്
ഇവരെ എങ്ങനെയും ഇത്തരത്തിലുള്ള കെണികൾ നൂരിയെടുത്ത് അവസാനിപ്പിച്ചാൽ മതിയെന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഈ 927 പ്ലസ് 36 എന്ന് പറഞ്ഞ കണക്ക് ഈ 5 വർഷത്തെ കണക്ക് എന്നാണോ ഈ പ്രണയ വിവാഹ ചതിക്കുഴി എന്ന് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നുള്ള ടേം തന്നെ നിങ്ങൾ കൊടുക്കുന്നത് ഈ 5 വർഷത്തെ കണക്കാണ്? 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് ഫസ്റ്റ് വേവിൽ കോവിഡ് തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കണക്ക്. അങ്ങനെ അതിലൊന്നും രജിസ്റ്റർ ചെയ്ത കേസുകളില്ല. ഒരു കേസും അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. അതിന് തയ്യാറാവാത്തതിന്റെ കാരണമാണ് താങ്കൾ പറയുന്നത് സമൂഹം ഒറ്റപ്പെടുത്തും, അല്ലെങ്കിൽ സ്വീകരിക്കാൻ സമൂഹത്തിന്റെ മനോഭാവം മാറിയിട്ടില്ല എന്നുള്ളത്. ഒറ്റ കേസ് എന്ന് പറയില്ല. കാരണം 2-3 കേസുകൾ അതുപോലെ ബ്രൂട്ടാലിറ്റി ഉള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ക്രൈംബ്രാഞ്ച് പോലും അന്വേഷിച്ച് ചാർജ് കൊടുത്ത കുറ്റപത്രം സമർപ്പിച്ച കേസുകളുമുണ്ട്. 2-3 ഉണ്ട്. കുറ്റപത്രം എന്ത് പറഞ്ഞിട്ടാണ്? ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള കുറ്റപത്രം കൊടുത്തു എന്നാണോ? യെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പശ്ചാത്തലം മാത്രം ഞാൻ പറയാം. ഒരു ക്ലൂം ഇല്ലാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക രീതിയിൽ ഒരു കുട്ടീനെ എത്തിക്കുന്നു, അതിനെ ശാരീരികമായിട്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു റേപ്പ് തന്നെ ചെയ്യുന്നു. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകുന്നു. ആ വിവാഹ വാഗ്ദാനം സ്വീകരിക്കാത്ത കുട്ടിയെ പല രീതിയിൽ മാനസികമായിട്ട് തളർത്തുന്നു. ആ കുട്ടി പരാതിയുമായിട്ട് പോകുന്നു. പരാതിയുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചോളാം, ആ കുട്ടി മതം മാറാൻ തയ്യാറായാൽ മതി, മതം മാറി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന കോംപ്രമൈസിലേക്ക് വരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ കൊടുത്ത ഈ കുട്ടിക്ക് ഇതിനു മുമ്പ് തന്നെ പഠിക്കാൻ കൊടുത്ത ഒരു ചെറിയ നോട്ട്, ആ നോട്ട് ബുക്ക് പോലത്തെ ചെറിയ ടെസ്റ്റ് പോലത്തെ ഒരു ലീഫ് ലെറ്റർ പോലത്തെ ഒരു സാധനം കുട്ടി മുന്നോട്ട് എടുത്തോണ്ട് വരുന്നു. ആ എടുത്തോണ്ട് വരുമ്പോഴാണ് അതിനകത്ത് എങ്ങനെയാണ് ഈ അവരുടെ വിശ്വാസപരമായ മതപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഇത് പഠിക്കാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി പ്രതി അറസ്റ്റ് ചെയ്യുകയും ക്രൈംബ്രാഞ്ചിന് കേസ് വിടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കുകയും ചെയ്ത ഒരു കേസ് കേരളത്തിലുണ്ട്. അതിൽ ഈ മതപരിവർത്തനം, അതായത് ലവ് ജിഹാദ് എന്നുള്ള ടേമില്ലെങ്കിലും മതപരിവർത്തനം എന്നുള്ളൊരു കാര്യം ആ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. ഉണ്ട്. ലവ് ജിഹാദ് എന്നൊരു ടേം അതിനകത്തുണ്ട് എന്ന് അതിനകത്തില്ല. പകരം മതപരിവർത്തനം എന്നൊരു ടേം അതിനകത്ത് വന്നിട്ടുണ്ട്. മതപരിവർത്തനം എന്നൊരു ടേം അതിനകത്ത് വന്നിട്ടുണ്ട്. ആ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്താണ്? അത് ട്രയലിലേക്ക് നീങ്ങുന്നു. അങ്ങനെ 2-3 കേസുകളുണ്ട്. 2-3 കേസുകളുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പറഞ്ഞ കണക്കനുസരിച്ച് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ, താങ്കൾ പറഞ്ഞതനുസരിച്ച് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 എന്ന് PC ജോർജ് പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിൽ താങ്കളുടെ ഇതിനകത്ത് 1000-ത്തിനടുത്ത് പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറയുന്നു. എല്ലാ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും ഒരു താലൂക്കിനകത്ത് എത്ര ആൾക്കാരുണ്ട് എന്ന് സർക്കാർ സംവിധാനത്തോട് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. പക്ഷേ അതൊരു സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇടവക, ഫൊറോന, രൂപത ഒക്കെ എത്ര ക്രൈസ്തവരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 100-ൽ കുറയാതെ അതിനുള്ളൊരു ഉത്തരം എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുള്ള സഭകളാണ് കേരളത്തിലുള്ളത്. അത്രയും സ്വാധീനമുള്ള സഭകളാണ്. ഇങ്ങനെ ഈ 1000-ത്തോളം ഒരു കേസുകൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് പറയണ്ട, ഇത് പോലീസിൽ എത്തണ്ട. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലൊരു ശക്തമായ നടപടി ഈ പറയുന്ന വിഷയത്തിൽ എടുക്കണമെന്ന് പറയാൻ കഴിയാത്തവരാണോ സഭകളുടെ അധ്യക്ഷന്മാർ, ക്രൈസ്തവ സമുദായ അധ്യക്ഷന്മാർ? അത് പറയാൻ കഴിയാത്തവരാണോ, അല്ലെങ്കിൽ അങ്ങനെ നടപടി എടുപ്പിക്കാൻ കഴിയാത്തവരാണോ ഈ കേരളത്തിൽ? ആരാണ് ഇത് പറയാത്തത്? കേരളത്തിലെ മെത്രാന്മാർ ഇത്തരത്തിലുള്ള ഇഷ്യൂകൾ ഇടപെടരുന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാര്, അത് ലത്തീൻ ആയിക്കോട്ടെ, സിറോ മലബാർ ആയിക്കോട്ടെ, മലങ്കര ആയിക്കോട്ടെ, ഇനി പെന്തക്കോസ്ത് സഭകളായിട്ട് അവരുടെ അധികാരികളെല്ലാം ഓരോ സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്നത് വരുമ്പോൾ കാലാകാലങ്ങളായി അവർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളോട് ഈ കാര്യത്തിൽ വേണ്ട ജാഗ്രത വേണമെന്നും ഈ കാര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ വേണമെന്നും പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കണമെന്നും ഒക്കെ കൃത്യമായി ആവശ്യപ്പെടുന്നുണ്ട്. രേഖാമൂലമുള്ള പരാതികളടക്കം കൊടുക്കുന്നുണ്ട് നിവേദനങ്ങളും. പക്ഷെ അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിലൊരു സമ്മർദ്ദം, അതായത് സഭകളുടെ നേരിട്ടുള്ള പ്രസ്താവനകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും സഭാ അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ കൈവഴികൾ ആ തരത്തിലുള്ള പ്രസ്താവനകളല്ല. നേരിട്ട് ഇത് ഒരുപക്ഷെ അതൊരു യോഗം വിളിക്കാം, നേരിട്ട് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്താം, അങ്ങനെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാം. അതുണ്ടാകുന്നില്ല. ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രസ്താവനകളല്ല ഞാൻ ഉദ്ദേശിച്ചത്.
പ്രസ്താവനകൾ മാത്രമല്ല, ധാരാളം നിവേദനങ്ങൾ സഭകളുടെ ഭാഗത്ത് നിന്ന് വിവിധ സഭാ നേതൃത്വങ്ങള് തീർച്ചയായിട്ടും, ഞാൻ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ സ്വകാര്യ മൂവ്മെന്റുകളെയോ പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഔദ്യോഗിക സഭയുടെ ഭാഗത്ത് തന്നെ ധാരാളം നിവേദനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ സർക്കാരിനെ അറിയിച്ചുകൊണ്ടുള്ള എഴുത്തുകളൊക്കെ നടന്നിട്ടുമുണ്ട്. പല നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സീറോ മലബാർ സഭയോ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമോ ഈ ദേശത്ത് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കണമെന്നോ മതങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല. എന്നും ഇതെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടുക്കുന്ന നിവേദനങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന പ്രകടിപ്പിക്കുന്ന ആശങ്കകൾക്കും ഒക്കെ അതിൻ്റെതായ ഒരു പരിമിതി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ചട്ടക്കൂടുകൾ നിന്നുകൊണ്ട് വളരെ പക്വതയോടെയാണ് ഇന്ന് വരെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദമൊക്കെ ഇത്ര ഭംഗിയായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ എത്ര ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാവുന്ന കേസുകളുണ്ട്, എന്തുമാത്രം വിവാദം ഉണ്ടാക്കാവുന്ന കേസുകളുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ഒറ്റ കാര്യം കൂടെ, താങ്കൾ സംസാരിക്കുന്ന കോട്ടയത്താണ്. ഈ പറഞ്ഞ 1000 എന്നുള്ള കണക്കിൽ എത്ര പേർ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിക്കുന്നുണ്ട്? അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് നോക്കണം. പക്ഷേ എന്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ 1-2 വർഷം മലബാർ മേഖലയിലായിരുന്നു ഇത് കൂടുതലെങ്കിൽ ഇപ്പോൾ അത് മധ്യ കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അത് കൂടുതൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം.